ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കൃഷിക്കൂട്ടത്തിൻ്റെ ഇഞ്ചി വിളവെടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. റിയൽ ഗ്രീൻ ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കാണുന്നത് കൃഷിഭവൻ വഴി വിതരണം ചെയ്ത കിഴങ്ങുവർഗ്ഗ വിളകളിൽ ഇഞ്ചിയും മഞ്ഞളും നമ്മൾ ഏപ്രിൽ മെയ് മാസത്തിൽ തടമൊരുക്കി ചാരവും ചാണകപ്പൊടിയും ചേർത്ത് പാകി മുളപ്പിച്ച് ഒരു മഴക്കാലവും ഒരു മഞ്ഞുകാലവും കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിലാണ് വിളവെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഓരോ കട ഇഞ്ചിയിലും ഒരു 1/2 കിലോയോളം ഇഞ്ചി എങ്ങനെയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഞ്ചിയുടെ കടയിൽ നിന്നും 1 കിലോയോളം ഇഞ്ചി എങ്കിലും ലഭിക്കേണ്ടതാണ്. ആ 1 കിലോ ഇഞ്ചി ലഭിച്ചാൽ തന്നെ അത് നല്ല വിളവാണെന്ന് നമുക്ക് കണക്കാക്കാം. ഏപ്രിൽ മെയ് മാസമാണ് ഇഞ്ചി നടാനുള്ള സമയം. കുമ്മായമോ സൂഡോമോണസോ ഒക്കെ ചേർത്ത് മണ്ണിൽ തടമൊരുക്കി നമ്മൾ മണ്ണൊരുക്കി കഴിഞ്ഞാൽ പിന്നെ അടിവളം ചേർത്ത് ഇഞ്ചി നട്ടാൽ 2 മാസത്തിലൊരിക്കൽ നമ്മൾ വളം ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ വളം എന്താണെന്നാകും ചോദ്യം. വളം വേറൊന്നും അത്യാവശ്യമായിട്ട് വേണ്ടതില്ല. ചാണകപ്പൊടിയോ ചാരമോ ചേർത്ത് വിത്തിഞ്ചി കുഴിച്ചിട്ട് അതിനു മീതെ മണ്ണിട്ട് മൂടി ചവറ് കൊണ്ട് ഒരു പുതയൊക്കെ ഒരുക്കിയാൽ സാധാരണ മുള പൊട്ടുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരെ നമ്മൾ നനച്ചാൽ മതി. ഇഞ്ചിയുടെ മുള അസ്ത്രം കണക്കെ ഭൂമി തുളച്ച് മുകളിലേക്ക് വന്ന് ഇല വിരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ മഴക്കാലമായി. അപ്പോൾ പിന്നെ നനയുടെ ആവശ്യമേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വളം ചേർത്ത് കൊടുക്കണം. ഈ വളം ഇടുന്നത് ഒരു ക്രമത്തിലായിരിക്കണമെന്ന് മാത്രം. ഏകദേശം ഒരു 2 മാസം കണക്കാക്കിയാൽ തന്നെ നമ്മൾ വളത്തിൻ്റെ ഒരു പീരീഡ് നിശ്ചയിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റിയൽ ഗ്രീൻ ബോക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം കൃഷിയെ സ്നേഹിക്കുന്ന, കൃഷിയെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വീഡിയോകൾ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന ഈ വീഡിയോകൾ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മുടെ നാടൻ ഇഞ്ചിയാണ് കേട്ടോ. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന നല്ല വലിപ്പമുള്ള തടിയുള്ള ഇഞ്ചിയല്ല. ഈ നാടൻ ഇഞ്ചിക്കാണ് പക്ഷേ ടേസ്റ്റ് കൂടുതൽ. ഇതുകൊണ്ട് ഇഞ്ചിക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യുഗ്രൻ ടേസ്റ്റായിരിക്കും. 1000 കറിക്ക് സമമാണ് ഇഞ്ചിക്കറി എന്ന് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. 1000 കറി കൂട്ടി സദ്യ വേണമെന്ന് പറഞ്ഞ ഒരു മഹർഷിക്ക് ഒരൊറ്റ ഇഞ്ചിക്കറി മാത്രം വച്ച് കൊടുത്തുകൊണ്ട് കാര്യം സാധിച്ച ഒരു കഥയുണ്ട് പുരാണത്തിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരെ വണക്കം.